വീണ്ടും ഒരു ക്രിസ്തുമസ് ആഗതമാകുന്നു. ക്രിസ്തു ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തതിന്റെ അനുസ്മരണം. ജീവിതത്തിലെ ദുരിതങ്ങളെ ധീരമായി നേരിട്ട് പ്രതീക്ഷയോടെ തീരമണയുന്നതാണ് ക്രിസ്തുമസ്. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നതിന്റെ അനുസ്മരണം. ദൈവവുമായി നമ്മെ അനുരഞ്ജിപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിനായി ദൈവവചനം മനുഷ്യാവതാരം ചെയ്തു. ഇത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. ദൈവം മനുഷ്യരോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയതിന്റെ തെളിവാണ് ക്രിസ്തു. നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് നക്ഷത്ര വിളക്കുകൾ തൂക്കുമ്പോൾ നമ്മളും ഉണ്ണിയേശുവിനെ കാണാനുള്ള യാത്രയിലാണ്. നക്ഷത്രത്തെ പിന്തുടർന്ന് രക്ഷകനെ അന്വേഷിച്ച 3 ജ്ഞാനികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ യാത്ര പലപ്പോഴും ദിശ മാറുന്നുണ്ട്. രാജാതിരാജനെ ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ അവർക്ക് കണ്ടെത്താനായില്ല. അവരുടെ യാത്ര ലക്ഷ്യം കണ്ടെത്തിയത് ഒരു കാലിത്തൊഴുത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളും നക്ഷത്ര വഴിയെ അവഗണിച്ച് വഴിതെറ്റാറുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:12 പറയുന്നുണ്ട്, ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ തിരിച്ചുപോയി. ഓരോ ക്രിസ്തുമസും നമുക്ക് നൽകുന്നത് ഈ തിരിച്ചറിവാണ്. നമ്മുടെ വഴികൾ തെറ്റാണെങ്കിൽ നേർവഴി കണ്ടെത്താൻ നമ്മുടെ മുമ്പിൽ വഴിവിളക്കുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, മുതിർന്നവർ, ഗുരുഭൂതർ എന്നിവർ. വിവേകത്തോടെ വിളക്കിനെ പിന്തുടരുക എന്നതാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പിന്തുടർന്ന് ജ്വലിക്കുന്ന ദീപമാകുവാൻ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുവാൻ ഓരോ ക്രിസ്തുമസും നമുക്കിടയാക്കട്ടെ. ആഘോഷങ്ങളിൽ മതിമറന്ന് കണ്ണഞ്ചി പോകാതെ കണ്ണ് തുറന്നു കണ്ട് നേർവഴിയെ ചരിക്കാനും മറ്റുള്ളവരെ നയിക്കാനും ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ.